2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൗദിയിലെത്തും. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഉൾപ്പെടെയുള്ളവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജിദ്ദയിൽ കമ്മ്യൂണിറ്റി പ്രതിനിധികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജിദ്ദയിലെത്തുന്നത്. ഇന്ന് നാളെയും അദ്ദേഹം ജിദ്ദയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ സംബന്ധിക്കും. ഞാനിപ്പോൾ ഉള്ളത് ജിദ്ദയിലുള്ള റിറ്റ്സ് കാർട്ടൺ ഹോട്ടലിലാണ്. ഇന്ന് പ്രധാനമന്ത്രി കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ അഭിസംബോധന ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായുള്ള കൂടിക്കാഴ്ചയാണ് ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഇന്ന് ഒപ്പുവെക്കും എന്നാണ് കരുതുന്നത്. വ്യാപാരം, നിക്ഷേപം, അതോടൊപ്പം തന്നെ ടൂറിസം, വിദ്യാഭ്യാസം, IT തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന കരാറുകളിൽ ഒപ്പുവെക്കും. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഹജ്ജ് കരാറുമായി ബന്ധപ്പെട്ട ഹജ്ജ് കോട്ടയുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടക്കും എന്നാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം ഹജ്ജ് തീർത്ഥാടകർ സൗദിയിലെത്താൻ തുടങ്ങുകയാണ്. 1.25 ലക്ഷത്തോളം വരുന്ന ഹജ്ജ് തീർത്ഥാടകരിൽ 42,000-ഓളം വരുന്ന സ്വകാര്യ കോട്ടയിലെ തീർത്ഥാടകർക്ക്, ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്കുള്ള അവസരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പ്രധാനമന്ത്രി സൗദി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തും എന്നാണ്, അതിന് പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇതിനു പുറമെ ജിദ്ദയിൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ലേബർ ക്യാമ്പിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. ഏതാനും 27 ലക്ഷത്തോളം വരുന്ന സൗദിയിലെ ഇന്ത്യൻ പ്രവാസികൾ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് വേണ്ടി. ഇത് 3ാമത്തെ തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിലെത്തുന്നത്. 2016-ലും 2019-ലുമായിരുന്നു ഇതിനു മുമ്പത്തെ സന്ദർശനം. 2019 റിയാദിൽ സന്ദർശനം നടത്തിയ സമയത്താണ് സൗദി ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിൽ രൂപീകരണം നടന്നത്. അതിനുശേഷം ഇരു രാജ്യങ്ങളിലേക്കും ഈ മന്ത്രിതല സന്ദർശനം നടക്കുകയും പല യോഗങ്ങൾ നടക്കുകയും ചെയ്തു. ഇതിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടാൻ ഈ യോഗങ്ങളെല്ലാം കാരണമായിട്ടുണ്ട്. ഇന്ന് പ്രധാനമന്ത്രിയും കിരീടാവകാശിയും ഈ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിലിൻ്റെ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഈ ജിദ്ദയിലെത്തുന്ന പ്രധാനമന്ത്രിമാർ 43 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജിദ്ദയിൽ എത്തുന്നത്. 1982-ൽ 82-ൽ ഇന്ദിരാഗാന്ധിയാണ് ഇതിനു മുമ്പ് ഈ ജിദ്ദയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. അതിനുശേഷം ഇപ്പോൾ നരേന്ദ്രമോദിയാണ് ജിദ്ദയിലെത്തുന്നത്. മറ്റുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും റിയാദിലായിരുന്നു സന്ദർശനം നടത്തിയിരുന്നത്. ഏതായാലും 27 ലക്ഷത്തോളം വരുന്ന സൗദിയിലെ ഇന്ത്യൻ പ്രവാസികൾ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവിന് വേണ്ടി. ജിദ്ദയിലെ റിറ്റ്സ് കാർട്ടൺ ഹോട്ടലിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.